അയോധ്യയിലെ രാമക്ഷേത്രത്തെ സംബന്ധിച്ചിട്ടുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സംഘപരിവാറും അതിൻ്റെ മാതൃസംഘടനയായ RSSഉം ഇന്ത്യയിൽ കഴിഞ്ഞ 2-3 ദശകങ്ങളായി രാഷ്ട്രീയ മേഖലയെ ആകെ മുഴുവൻ അവരുടെ കൈപ്പടിയിൽ ഒതുക്കിയത് ശ്രീരാമനാമം ഉരുവിട്ടുകൊണ്ടാണ്. രാമമന്ത്രോച്ചാരണം ഇന്ത്യയുടെ എല്ലാ ദിക്കുകളിലും മുഴക്കിക്കൊണ്ടാണ് അവർ തെരഞ്ഞെടുപ്പിനെ പോലും അഭിമുഖീകരിച്ചത്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലും റാലികളിലുമെല്ലാം മതാധിഷ്ഠിതമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ മുഴക്കിയും ഹിന്ദുത്വവാദ സിദ്ധാന്തങ്ങൾ മുഴക്കിയുമാണ് ഇന്ത്യൻ ജനതയെ അഭിമുഖീകരിച്ചത്. ഇത്തരത്തിലുള്ളൊരു അപകടകരമായ രാഷ്ട്രീയം ഇന്ത്യയിൽ RSS പുലർത്താൻ തുടങ്ങിയിട്ട് ദശകങ്ങൾ കഴിഞ്ഞു. ഇന്ന് RSSൻ്റെ നൂറ്റാണ്ട് തികഞ്ഞിട്ടുള്ള അവസരമാണിത്. ഈ കാലഘട്ടം RSSൻ്റെ നൂറ്റാണ്ടുകൾ തികഞ്ഞിട്ടുള്ള ഈ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ മതേതരത്വത്തിനെയും ഇന്ത്യയുടെ ജനാധിപത്യത്തിനെയും ബഹുസ്വരതയെയും എല്ലാം ഇല്ലായ്മ ചെയ്തുകൊണ്ടും ഭരണഘടനയെ പരമാവധി പുച്ഛിച്ചുകൊണ്ടും അവഗണിച്ചുകൊണ്ടുമാണ് അവർ രാജ്യത്ത് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അയോധ്യയിലെ രാമക്ഷേത്രം ഉദ്ഘാടനം നമ്മൾ കണ്ടതാണ് ഏതാണ്ട് 2-2.5 വർഷങ്ങൾക്ക് മുമ്പ്. ആ ക്ഷേത്രമുദ്ഘാടനം കഴിഞ്ഞിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു അതിലെ പ്രധാന പുരോഹിതനായ ഇന്ത്യൻ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ വലതുഭാഗത്ത് ഇരുത്തിയിരുന്ന വ്യക്തിയായിരുന്നു RSS തലവൻ മോഹൻ ഭാഗവത്. ആ ക്ഷേത്ര ഉദ്ഘാടനത്തിൻ്റെ പൂജാതി കർമ്മങ്ങൾക്ക് മോദിയും മോഹൻ ഭാഗവത്തും നേതൃത്വം കൊടുക്കുന്ന കാഴ്ച ഈ നാട്ടിലെ ജനത ടെലിവിഷനുകളിലൂടെ കണ്ടതാണ്. അന്ന് ആ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞത്, ഈ ക്ഷേത്രം ഇന്ത്യയുടെ അഭിവൃദ്ധിക്ക് കാരണമാകും, ഇന്ത്യയുടെ ഉയർച്ചയ്ക്ക് സാക്ഷിയാകും, ഇന്ത്യയുടെ വികസന കുതിപ്പിന് സാക്ഷിയാകും അയോധ്യ ക്ഷേത്രം എന്നുള്ളതാണ്. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞത്, ത്രേതായുഗത്തിലേക്ക് തിരിച്ചു വന്ന ഇന്ത്യയിൽ ഇനി സമാധാനത്തിൻ്റെയും പുരോഗമനത്തിൻ്റെയും നാളുകളാണ് വരിക എന്നുള്ളതാണ്. അങ്ങനെ 2.5 വർഷം മുമ്പ് നടന്നിട്ടുള്ള ചടങ്ങ് ഇന്ത്യയുടെ ജനവിഭാഗങ്ങൾ മുഴുവൻ കണ്ടു. ഇന്നിപ്പോൾ എന്താ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ? ഇന്ന് രാജ്യം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ അമ്പലക്കൊള്ളയെക്കുറിച്ചാണ് ക്ഷേത്രത്തിൽ നിന്ന് വാർത്തകൾ വരുന്നത്. അതിൻ്റെ ക്ഷേത്രഭരണ ചുമതലകൾ മുഴുവൻ RSS നേതാക്കന്മാർക്കാണ് ഉള്ളത് എന്ന് എല്ലാവർക്കും അറിയാം. 1949 ഡിസംബർ 22 അഭിറാം ദാസ് എന്ന സന്യാസിയാണ് ആ പള്ളിയിലേക്ക് ഒളിച്ചു കടന്നുകൊണ്ട് രാമവിഗ്രഹം പ്രതിഷ്ഠിച്ചത്. അവിടെ അതറിഞ്ഞിട്ടുള്ള പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആ വിഗ്രഹം നീക്കം ചെയ്യാൻ പറഞ്ഞ ചരിത്രമൊക്കെ നമ്മുടെ ഓർമ്മയിലുണ്ട്. അന്ന് ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രിയായ ഗോവിന്ദ് വല്ലഭായ് പന്തും അയോധ്യയിലെ കളക്ടറായിരുന്ന KK നായരും അതിന് സമ്മതിച്ചില്ല. നെഹ്റുവിൻ്റെ നിർദ്ദേശത്തിനെ അവർ തള്ളിക്കളഞ്ഞു. പിന്നീടുണ്ടായിട്ടുള്ള സംഘർഷവും കലാപവും കാരണം പള്ളി അടച്ചുപൂട്ടി. എന്നാൽ പിന്നീട് ഹിന്ദു വിശ്വാസികൾക്ക് ആരാധന നടത്താൻ 1989 ഫെബ്രുവരി മാസത്തിൽ രാജീവ് ഗാന്ധി അത് തുറന്നു കൊടുത്തു, ആ മസ്ജിദ്. പിന്നീട് RSS സജീവമായി. ഉത്തരേന്ത്യയുടെ പല മേഖലകളിലും സംഘർഷവും കലാപവും നടന്നു. 1992 ഡിസംബർ 6 കേന്ദ്ര സർക്കാരിൻ്റെ ഒത്താശയോടെ ആ പള്ളി പൊളിക്കപ്പെട്ടു. അതും നമുക്കറിയാം, നരസിംഹറാവു പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത്. 2010 അലഹബാദ് ഹൈക്കോടതി ബാബറി മസ്ജിദ് സ്ഥിതി ചെയ്തിരുന്ന 2.77 ഏക്കർ സ്ഥലം പാലരൂപത്തിലുള്ള രാമവിഗ്രഹത്തിനും, എന്നുവെച്ചാൽ രാംലല്ല, കേസിൽ കക്ഷിയായിട്ടുള്ള നിർമോഹി അഖണ്ഡയ്ക്കും സുന്നി വഖഫ് ബോർഡ് ഫെഡറേഷനുമായി വീതിച്ചു കൊടുത്തു. പിന്നീട് അതിനെ തുടർന്ന് അപ്പീൽ സുപ്രീം കോടതിയിൽ പോയ സമയത്ത് 2019 ഈ പള്ളി ഭൂമി അപ്പാടെ രാമക്ഷേത്ര നിർമ്മാണത്തിനായി വിട്ടു നൽകിയ വിധി ബഹുമാനപ്പെട്ട കോടതി പുറപ്പെടുവിച്ചു. പിന്നീട് ക്ഷേത്ര നിർമ്മാണത്തിന് ട്രസ്റ്റ് രൂപീകരിക്കുന്ന സംവിധാനമുണ്ടായി. രാമക്ഷേത്രത്തിനായിട്ടുള്ള കോടതി വ്യവഹാരങ്ങൾക്ക് തുടക്കം കുറിച്ചത് വൈഷ്ണവ സന്യാസി സമൂഹമായിട്ടുള്ള നിർമോഹി അഖണ്ഡയാണ്. രാഷ്ട്രീയ ലക്ഷ്യമില്ലാതെയായിരുന്നു അഖണ്ഡയുടെ പ്രവർത്തന പദം. എന്നാൽ RSS ഈ ക്ഷേത്രത്തിൻ്റെ
പുനരുദ്ധാരണത്തിനെയും ക്ഷേത്രപ്രവർത്തനങ്ങളെയും ഒക്കെ തങ്ങളുടെ മുന്നോട്ടുള്ള ചവിട്ടുപടിയായിട്ടാണ് RSS ഇതിനെയൊക്കെ കണ്ടത്. നിർമോഹി അഖണ്ഡയെ തള്ളി RSS ഈ ക്ഷേത്രഭരണത്തിൻ്റെ അധികാരം പിടിച്ചെടുത്തു. ക്ഷേത്ര നിർമ്മാണത്തിനും ട്രസ്റ്റ് രൂപീകരണത്തിനുമെല്ലാം അവർ സമ്പൂർണ്ണ അധികാരം പിടിച്ചെടുക്കുകയും അതിൻ്റെ ഉത്തരവാദിത്വം കേന്ദ്രത്തിൽ നിന്ന് അവർ നേടുകയും ചെയ്തു. ട്രസ്റ്റ് നിലവിൽ വന്നു. രാമജന്മഭൂമി ട്രസ്റ്റിൻ്റെ നേതാവായിട്ട് അന്ന് അവരോധിക്കപ്പെട്ടത് നൃത്യ ഗോപാൽ ദാസ് എന്ന് പറയുന്ന RSSകാരനായിരുന്നു. മുതിർന്ന RSS പ്രചാരകനായിരുന്നു. പിന്നീട് അതിൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ട് വരുന്നത് വിശ്വ ഹിന്ദു പരിഷത്തുകാരനും ബാബറി പള്ളി പൊളിക്കുന്നതിൻ്റെ നേതൃത്വം നൽകിയ പ്രചാരകനുമായിരുന്ന ചമ്പത് റായ് ആയിരുന്നു പിന്നീട് ജനറൽ സെക്രട്ടറി ആയിട്ട് വരുന്നത്. മറ്റൊരു RSS പ്രമുഖനായ ഡോക്ടർ അനിൽ മിശ്ര അതിലെ ട്രസ്റ്റിലെ അംഗങ്ങളുമായി. അപ്പോൾ ഇവരൊക്കെ ചേർന്നിട്ടായിരുന്നു ഈ ട്രസ്റ്റിൻ്റെ നേതൃത്വം വഹിച്ചിരുന്നത്. ഇന്നിപ്പോൾ ഈ ചമ്പത് റായും അദ്ദേഹത്തിൻ്റെ അനുയായികളും മറ്റുള്ളവരെല്ലാം അധികാരത്തിലിരിക്കുന്ന ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിലാണ്. അവർക്കൊക്കെയുള്ള പങ്കാളിത്തത്തോടു കൂടിയിട്ടാണ് അതിഭയാനകമായിട്ടുള്ള ഈ ക്ഷേത്രക്കൊള്ള നടത്തപ്പെട്ടിട്ടുള്ളത് എന്നാണ് നമ്മുടെ മുന്നിലുള്ള ചിത്രം. ഈ നിർമോഹി സന്യാസി സംഘം ഈ കൊള്ളയെക്കുറിച്ച് അറിഞ്ഞ് അവർ അതിനെക്കുറിച്ച് അധികാരികൾക്ക് കംപ്ലൈൻറ്റ് ചെയ്തതുമാണ്. അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. ജയ് ശ്രീറാം എന്ന് ആലേഖനം ചെയ്ത ഇഷ്ടികകൾ പണ്ട് ശേഖരിക്കപ്പെട്ടപ്പോൾ ആ ഇഷ്ടികകളോടൊപ്പം സംഭാവനകളും സ്വീകരിച്ചു. മാത്രമല്ല ക്ഷേത്രം പണിയുന്നതിന് ചുറ്റുമുള്ള ഭൂമിയെ മുഴുവൻ അവർ വാങ്ങിക്കുകയും സ്വരൂപിച്ചു കൂട്ടുകയും ചെയ്തു. 68 ഏക്കറോളം സ്ഥലം ഏറ്റെടുക്കാൻ തീരുമാനിച്ചു ആ കാലഘട്ടത്തിൽ. തുച്ഛവിലയ്ക്കത് വാങ്ങി പിന്നീട് ഏതാണ്ട് അതിൻ്റെ 4 ഇരട്ടിയോ അല്ലെങ്കിൽ 6 ഇരട്ടിയോ ഒക്കെ അധികമുള്ള വിലയ്ക്ക് ട്രസ്റ്റിന് അവർ തിരിച്ചു വിൽക്കുകയും ചെയ്തു. അങ്ങനെ തുടക്കം മുതലേ വ്യാപകമായിട്ടുള്ള പണമേധാവിത്വം, ലാഭത്തിനോടുള്ള ആസക്തി, അധികാരപ്രമത്തത നിറഞ്ഞു നിന്ന ഒരു സംവിധാനമായി ആ രാമക്ഷേത്ര പണിയലും രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനവുമെല്ലാം ഈ രാജ്യം കണ്ടതാണ്. അധികാരത്തിനോട് സമ്പത്തിനോടുമുള്ള അത്യാസക്തി മനുഷ്യനിൽ അതിക്രമിച്ചു കഴിഞ്ഞിട്ടുള്ളൂ. ഇന്നെങ്ങും ഇരുട്ട് പരക്കുന്ന കാലമാണ്. നേര് പറയാൻ ആളില്ല. പ്രത്യേകിച്ച് സംഘപരിവാർ അനുയായികളും പ്രവർത്തകർക്കും നേര് പറഞ്ഞിട്ടുള്ള ശീലവുമില്ല. രാമായണത്തിനെക്കുറിച്ചാണ് ഇവർ രാഷ്ട്രീയ രംഗത്ത് മുഴുവൻ പറയുന്നത്. രാമനെക്കുറിച്ചാണ് ഇവിടെ രാഷ്ട്രീയ രംഗത്ത് മുഴുവൻ കഴിഞ്ഞ 2-3 ദശകങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ വൈസ് പ്രസിഡൻ്റായിരുന്ന ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ രാമായണത്തെക്കുറിച്ച് പറയും, എ കൊറോണേഷൻ ഈസ് ഫോളോഡ് ബൈ ആൻ ആബ്ഡിക്കേഷൻ എന്നുള്ളത്. രാമകഥയുടെ സംഗ്രഹമാണത്. കിരീടധാരണം രാജ്യത്യാഗത്തിൻ്റെ മുന്നോടിയാണ്. അധികാരം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് ഉപേക്ഷിക്കണം പിൽക്കാലഘട്ടങ്ങളിൽ. അധികാരവും സമ്പത്തും നേടാൻ വേണ്ടിയിട്ട് മാത്രം ചിലർ ഏതറ്റം വരെയും പോകുന്ന ഒരു കാഴ്ചയാണ് രാജ്യം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ അധികാരത്തിൻ്റെ ആസക്തിയെ തടഞ്ഞു നിർത്താൻ ഒരു ശക്തിക്കും സാധ്യമല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത്തരത്തിലുള്ളൊരു ആസുര നേതൃത്വം വളർന്നു കഴിഞ്ഞു. മതത്തിനെ ഉപയോഗിക്കുകയല്ല, മതത്തിനെ ദുരുപയോഗിച്ചുകൊണ്ട് സംഘപരിവാർ ശക്തികൾ മതത്തിനെയും അതിൻ്റെ ആരാധനാപുരുഷന്മാരെയും വിറ്റ് കാശാക്കുന്നു. അധികാരത്തോടും സമ്പത്തിനോടുമുള്ള പ്രതിപത്തി അധികരിച്ച് അങ്ങനെ ആസുര നേതൃത്വത്തിൻ്റെ ഉരുക്കുമുഷ്ടിയുടെ കീഴിൽ ഭൂമിയിൽ ഞെരിയുന്ന കോടിക്കണക്കിന് ജനങ്ങളെ പല രാജ്യങ്ങളിലും കാണാൻ കഴിയും. അത്തരത്തിലുള്ള ഭരണാധികാരികൾ അധികാരത്തിനെയാണ് സേവിക്കുന്നത്, സത്യത്തിനെയല്ല. ഒരു കൊറോണേഷൻ ഉണ്ടെങ്കിൽ, ഒരു കിരീടധാരണമുണ്ടെങ്കിൽ അബ്ഡിക്കേഷൻ ഉണ്ടാകണം. ഇന്ന് കൊറോണേഷൻ എന്ന് കഴിഞ്ഞാൽ പിന്നെ മരണം വരെ അബ്ഡിക്കേഷൻ ഉണ്ടാകുന്നില്ല. അധികാരം നിലനിർത്താൻ വേണ്ടി അവർ രാമകഥയെ ഉപയോഗിക്കുന്നു. രാമായണം പൂർണ്ണമായി ദുർവ്യാഖ്യാനിക്കപ്പെടുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ ഇന്ത്യക്കാർ വാത്മീകിയുടെ രാമനിലല്ല വിശ്വസിക്കുന്നത്, RSS പറയുന്ന രാമനിലാണ്. ആ രാമനിൽ വിശ്വസിച്ചുകൊണ്ട് ഒരു തരത്തിലുള്ള ഇരിപ്പാണ് ഇന്ത്യയുടെ ജനത. കിരീടം കെട്ടിപ്പിടിച്ചുറങ്ങുന്ന
ഭൂപാലന്മാർ വിളങ്ങുന്ന കാലമായി ഈ കാലം മാറിയിരിക്കുന്നു. അത്തരത്തിലുള്ള ഭൂപാലന്മാരെ ആരാധിക്കുന്ന അനേകായിരം വരുന്ന ആരാധക വൃന്ദത്തിൻ്റെയും സമൂഹമായി. അവർക്കെന്ത് രാമൻ, അവർക്കെന്ത് വാത്മീകിയുടെ രാമൻ? ബാലകാണ്ഡത്തിൽ രാമനെ വാത്മീകി വർണ്ണിക്കുന്നുണ്ട്. ആ വർണ്ണനയിൽ ഒരു ഭാഗത്ത് പറയുന്നത് ക്രോധാതാമ്രമെന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. അയാൾക്ക് ക്രോധം വന്നപ്പോൾ കാലാഗ്നി പോലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ. അനീതിക്കെതിരായ ക്രോധം, അധർമ്മത്തിനെതിരായ ക്രോധം, അസഹിഷ്ണുതയ്ക്കെതിരായിട്ടുള്ള ക്രോധം, യൗവനത്തിൻ്റെ തീഷ്ണതയാണത്. അതിന്ന് ഇന്ത്യയിലില്ല. രാമഭക്തന്മാർക്ക് രാമഭക്തി വിറ്റു കാശാക്കണമെന്ന മാത്രം ചിന്തയുള്ളൂ. രാമഭക്തിയുടെ പേരിൽ അപരവിദ്വേഷം വളർത്തുന്നു. രാമഭക്തിയുടെ പേരിൽ മറ്റു മതസ്ഥരെ ദ്രോഹിക്കുന്നു. രാമായണവും മഹാഭാരതവും ഖുറാനും ബൈബിളുമെല്ലാം പഠിപ്പിക്കുന്നത് രാഷ്ട്രീയം സദാചാര ചിന്തയിൽ നിന്നും, സദാചാരത്തിൽ നിന്നും, ആത്മീയതയിൽ നിന്നും ഭിന്നമല്ല എന്നുള്ളതാണ്. വലിയൊരു സന്ദേശമാണ് ഈ പുണ്യപുരാണ ഗ്രന്ഥങ്ങളൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത്. മനുഷ്യസേവനമാണ് ഏറ്റവും ഉദാത്തമായ കാര്യമെന്നാണ് പല ഘട്ടങ്ങളിലും ഇതെല്ലാം പറഞ്ഞു വയ്ക്കുന്നത്. എങ്ങനെ ജീവിക്കണം, ഏത് തരത്തിൽ ജീവിക്കണമെന്നതിൻ്റെ പല ഉദാഹരണങ്ങളും രാമായണത്തിൽ കാണാം. എന്നാൽ പാതയിലൂടെ, നീതിയുടെ പാതയിലൂടെ ജീവിക്കേണ്ട എന്ന് പറയുന്നവർക്ക് അത് പറയാനുള്ള ഗ്രന്ഥവുമാണ് രാമായണം. രാമായണം പലതരത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. രാമനെ സ്തുതിച്ചും അതിൽ എഴുതപ്പെട്ടിട്ടുണ്ട്, രാമനെ വിമർശിച്ചും അതിൽ ഏതാനും ഭാഗങ്ങളുണ്ട്. പലതരത്തിൽ രാമായണങ്ങൾ വ്യാഖ്യാനിക്കപ്പെട്ടു. രാമനെ എങ്ങനെ ആദരിക്കാം, രാമനെ എങ്ങനെ ആദരിക്കാതിരിക്കാമെന്നും അതിൽ പറയുന്നു. ഇവിടെ രാമനെ എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ളതാണ് പ്രശ്നം. രാമനെ ഗാന്ധി ഉപയോഗിച്ചത് ഇന്ത്യയിലെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായിട്ടുള്ള സമരത്തിന്, മാനവരാശിയുടെ ഐക്യത്തിനെ പടുത്തുയർത്താനാണ്. സാഹോദര്യവും സഹിഷ്ണുതയും നിറഞ്ഞു നിൽക്കുന്നൊരു സമൂഹം, അനുകമ്പയും കരുണയും നിലനിൽക്കുന്നൊരു സമൂഹം, അതാണ് എൻ്റെ രാമരാജ്യമെന്നാണ് മഹാത്മാഗാന്ധി പറഞ്ഞത്. എന്നാൽ RSS ഉപയോഗിക്കുന്നത്, രാമനെ ഉപയോഗിക്കുന്ന ഇന്ത്യൻ ജനതയുടെ ഐക്യത്തിനെ പിച്ചിച്ചീന്തി എറിയാനാണ്. രാജ്യത്തിൻ്റെ അധികാരം പിടിച്ചടക്കി ആ അധികാരത്തിന് മനുഷ്യനിൽ വിഭാഗീയത വളർത്തിക്കൊണ്ട് ഹിന്ദുത്വ രാഷ്ട്രമാക്കി ഇന്ത്യയെ മാറ്റാനുള്ള തത്രപ്പാടിലാണ് സംഘപരിവാറും RSSും എപ്പോഴും. അതുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ പണിയതിന് ശേഷമുള്ള പിൽക്കാല സംഭവങ്ങളുമൊക്കെ അവർ ഡൽഹി പിടിച്ചെടുക്കാനുള്ള ഒരു പാതയാണ് അതിലൂടെ വെട്ടിത്തുറന്നത്. കാരണം അവർക്കറിയാം, സംഘപരിവാറിനറിയാം, ഫാസിസ്റ്റുകൾക്കറിയാം, അധികാരം എന്നുള്ളത്, അല്ലെങ്കിൽ അധികാരം ഇരിക്കുന്ന സ്ഥലമാണ് അമ്പലങ്ങളും പള്ളികളും തുടങ്ങിയവയെല്ലാം. ജനതയുടെ വിശ്വാസം മുഴുവൻ കൊണ്ടിടുന്ന ഒരു ബാങ്കാണത്. ഭക്തർ എന്നറിയപ്പെടുന്നവർ, എന്ന് പറയപ്പെടുന്നവർ, അവരുടെ ട്രസ്റ്റികൾ, മാനേജ്മെൻറ്റ് കമ്മിറ്റികൾ അവയുടെ സമ്പത്ത് ദൂർത്തടിക്കുമെന്ന് എത്രയോ അമ്പലങ്ങളുടെയും മറ്റ് ആരാധനാലയങ്ങളുടെയും ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം. സംഘപരിവാർ അഴിച്ചുവിടുന്നൊരു ചരിത്രധ്വംസനത്തിൻ്റെ ഭാഗമാണല്ലോ ഇവിടുത്തെ ദേവാലയങ്ങൾ മുഴുവൻ മുസ്ലിം ഭരണാധികാരികൾ കൊള്ളയടിച്ചു എന്നുള്ളത്. കൊള്ളയടിച്ചിട്ടുള്ള മുസ്ലിം ചക്രവർത്തിമാരുണ്ട്, എന്നാൽ ഹിന്ദു ചക്രവർത്തിമാരും അമ്പലങ്ങൾ കൊള്ളയടിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ അമ്പലത്തിലാണല്ലേ, ഖജനാവിലാണ് പൈസ ഇരുന്നത്. രാജ്യത്തിൻ്റെ ഖജനാവിൽ ക്ഷാമം നേരിടുന്ന സമയത്ത് പല ചക്രവർത്തിമാരും പല അമ്പലങ്ങളും കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇന്നിപ്പോൾ നടക്കുന്നതോ, കോടാനു കോടി രൂപയുടെ സമ്പത്ത് കൈവശമാക്കാനുള്ള അമിതമായ താല്പര്യം, മൂലധന ശക്തികളുടെ രാഷ്ട്രീയമാണ് അമ്പലത്തിലും പ്രാവർത്തികമാക്കപ്പെടുന്നത്. ദൈവത്തേക്കാൾ വലുതാണ് പണം എന്നുള്ള ധാരണയാണ് ഇന്നെല്ലാവർക്കും. കാപ്പട്ട ഭക്തിയാണ് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നത്. രാഷ്ട്രീയം ഈസ് കൺവേർട്ടഡ് ഇൻ ടു പണം. ശ്രീരാമൻ അപ്രസക്തനായി, ശ്രീരാമക്ഷേത്രങ്ങൾ അപ്രസക്തനായി. എന്നാൽ അനാചാരങ്ങളും അനുഷ്ഠാനങ്ങളും വർദ്ധിച്ചു വരുന്നു. പലതരം യാത്രകളും തീർത്ഥാടന യാത്രകളും ഒക്കെ നടക്കുന്നു. പലതരത്തിലുള്ള ക്ഷേത്ര ഗോപുരങ്ങളെ വണങ്ങി കുമ്പിടുന്നു പലരും. എന്നാൽ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന പലരും, അതിൻ്റെ അധികാരികൾ എന്തെല്ലാമാണ് ഇതിനെതിരായിട്ട് ചെയ്യുന്നതെന്ന് ഓർക്കുന്ന വല്ല ഭക്തന്മാരും ഉണ്ടോ എന്ന് സംശയമാണ്. രാമൻ പഠിപ്പിച്ചതെന്താ? വാത്മീകിയുടെ രാമൻ, ലോകത്തിൽ ജനിക്കുന്നത് അവനവൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാകരുത്,
മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാകണം, മറ്റുള്ളവരെ സ്നേഹിക്കാനാണ് എന്ന് കരുതിയൊരു മനുഷ്യൻ്റെ മാതൃകയായിട്ടാണ് ഗാന്ധി രാമനെ കണ്ടത്. എന്നാൽ അതേ രാമായണത്തിൽ സീതാരാമനെ രൂക്ഷമായി വിമർശിക്കുന്നു, സീതാരാമനെ ആക്ഷേപിക്കുന്നുണ്ട്. ശംഭൂകനെ കൊന്ന രാമനെക്കുറിച്ച് ആക്ഷേപമുണ്ട്. ചാതുർവർണ്ണം നടപ്പിലാക്കുന്ന രാമനെക്കുറിച്ച് വലിയ വലിയ ആക്ഷേപങ്ങളുണ്ട്. രാമൻ്റെ അത്തരം നയങ്ങൾ ക്രൂരമായി വിമർശിക്കപ്പെടുന്നുണ്ട്. മനുഷ്യസമത്വം ആ കാര്യത്തിൽ നടപ്പിലാക്കിയില്ലാത്തൊരു രാജാവായിട്ടാണ് രാമനെ കാണുന്നത്. എന്നാൽ മറുഭാഗത്ത് രാമൻ്റെ മഹത്വം വിളിച്ചോതുന്നുണ്ട് ഗാന്ധിയും മറ്റും. സഹിഷ്ണുതയുടെ, സാഹോദര്യത്തിൻ്റെ, സഹവർത്തിത്വത്തിൻ്റെയൊക്കെ പ്രതീകമായി അണ്ണാരക്കണ്ണിനെയും പക്ഷികളെയും കാട്ടാളന്മാരെയും രാക്ഷസന്മാരെയും കുരങ്ങന്മാരെയും എല്ലാം ഒത്തുചേർത്തിയിട്ട് സാഹോദര്യത്തിൻ്റെ പ്രതിഷ്ഠാപനം നടത്തിയ രാമനെയും കാണാം. രാമൻ പാലിയെ കൊന്നിട്ടുണ്ട്, രാവണനെ കൊന്നിട്ടുണ്ട്. ചെറുപ്പകാലഘട്ടത്തിൽ 12ാമത്തെ വയസ്സിൽ വിശ്വാമിത്ര മഹർഷിയോടൊപ്പം കാട്ടിൽ പോയി മഹർഷിയുടെ യാഗം മുടക്കുന്ന രാക്ഷസന്മാരെ കൊന്നിട്ടുണ്ട്. ഇങ്ങനെ നിർണായക ഘട്ടത്തിൽ മാത്രമാണ് രാമൻ ആയുധമെടുത്തിട്ടുള്ളത്. എന്നാൽ RSSൻ്റെ രാമൻ അവരുടെ ഫ്ലെക്സ് ബോർഡുകളിൽ അമ്പും വില്ലും പിടിച്ചു നിൽക്കുന്ന രാമനെയാണ് കാണുന്നത്. ലോകത്തെ ഭസ്മമാക്കുക, അതൊരു സന്ദേശമാണ്. ആ അമ്പും വില്ലും കുലയ്ക്കുന്നത് മറ്റ് അപര മതത്തിനെതിരായിട്ടാണ്, അപരവിദ്വേഷം വളർത്താനാണ്. അങ്ങനെയുള്ള പോസ്റ്ററുകളും ഫ്ലെക്സുകളുമാണ് ഇന്ത്യയുടെ ചുമരുകളിൽ മുഴുവൻ നിറഞ്ഞു നിന്നത്. വില്ലുകുലച്ച് നിൽക്കുന്ന രാമൻ. ബാബറി പള്ളി തകർന്നപ്പോൾ ഉയർത്തെഴുന്നേറ്റത് കുലച്ച വില്ലുള്ള രാമൻ്റെ ചിത്രം. അത് വിദ്വേഷം പടർത്താനായിരുന്നു. ഹിന്ദുമതത്തെ രക്ഷിക്കാനോ അല്ലെങ്കിൽ വേദങ്ങളെയോ ഉപനിഷത്തുകളെയോ മറ്റുള്ള ഉജ്ജ്വലമായ സംഹിതകളെയോ ദർശനങ്ങളെയോ രക്ഷിക്കാനല്ല അവർ ഈ മതത്തെ ഉപയോഗിച്ചത്. മറിച്ച് അവയെ തങ്ങളുടെ അധികാരം നിലനിർത്തുന്നതിനും തങ്ങളുടെ സമ്പത്ത് നിലനിർത്തുന്നതിനും എങ്ങനെ ഒരു മതത്തിനെ ഉപയോഗിക്കാമെന്ന് ഫാസിസ്റ്റുകൾക്ക് ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. മതത്തിൻ്റെ ശക്തിയെ തിരിച്ചറിഞ്ഞവരാണുള്ളത്. മതത്തിൻ്റെ ശക്തിയെ, വിനിമയ ശക്തിയെ, നാണയശക്തിയെ അവർ കൃത്യമായിട്ട് തിരിച്ചറിയുന്നു. അന്ധവിശ്വാസത്തിൻ്റെ ശക്തിയെ അവർക്കറിയാം. യുക്തിരഹിത ചിന്തകളുടെ ശക്തിയെക്കുറിച്ച് അവർക്കറിയാം. ശാസ്ത്രവിരുദ്ധ ചിന്തകളുടെ ശക്തിയെക്കുറിച്ച് അവർക്കറിയാം. അതുകൊണ്ട് അവർക്കറിയാം, മനുഷ്യർ ബാങ്കിൽ പണമിടുന്നത് പോലെ വിശ്വാസത്തിനെ കൊണ്ടുചെന്നിടുന്ന സ്ഥലമാണ് ദേവാലയങ്ങൾ. അതിൻ്റെ പ്രതീകമാണ് മതം എന്നുള്ളത്. അതെല്ലാവരും ഭക്തിയെയും വിശ്വാസത്തെയും അർപ്പിക്കുന്ന അർപ്പിത കേന്ദ്രമായി ക്ഷേത്രങ്ങൾ പെരുകുമ്പോൾ ആ ക്ഷേത്രങ്ങളുടെ അധികാര കേന്ദ്രങ്ങളെ പിടിച്ചടക്കിക്കൊണ്ട് അവർ മതത്തിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നു. ഹിന്ദുമതത്തിൻ്റെ അടയാളങ്ങളെ അവർ പിടിച്ചെടുക്കുന്നു. അതൊക്കെ ഫാസിസ്റ്റ് രീതികളാണ്. അതൊരു കുറിയാകാം, അതൊരു ഭജനമാകാം, അതൊരു കീർത്തനമാകാം, എന്തുമാകാം ഈ അടയാളങ്ങൾ. അവയൊക്കെ പിടിച്ചെടുക്കപ്പെട്ട അടയാളങ്ങളെ അതിനപ്പുറത്തുള്ള രാഷ്ട്രീയ ശക്തി സമാഹരിക്കുന്നതിലേക്കും അവർ നയിക്കുന്നു. ആ ഒരു മാതൃക സ്വീകരിച്ചിട്ടുള്ള ഫാസിസ്റ്റ് രീതി ഇന്ത്യയിൽ ദശകങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ ഇന്ത്യ ബഹുസ്വരതയുടെ കേളീരംഗമാണ്, വൈവിധ്യങ്ങളുടെ പൂങ്കാവനമാണ്. വ്യത്യസ്ത ഭാഷയും വേഷവും വിശ്വാസവും എല്ലാം ഉള്ള രാജ്യമാണ് ഇന്ത്യ. മനുഷ്യൻ സഹവർത്തിത്വത്തോടെ സാഹോദര്യത്തോടെ ജീവിക്കുന്നൊരു നാട്. ഹിന്ദുമതവും ബുദ്ധമതവും ജൈനമതവും സിഖ് മതവും ജനിച്ച നാട്. ഇസ്ലാം മതവും ക്രൈസ്തവ മതവും കടന്നു വന്ന് ഈ 6 മതങ്ങളും പരസ്പരം ആശ്ലേഷിച്ച് നിൽക്കുന്ന നാട്ടാണ് ഇന്ത്യ രാജ്യം. ആ ഇന്ത്യയുടെ വൈവിധ്യത്തിനെ, ബഹുസ്വരതയെ തകർക്കുക എന്നുള്ളതാണ് ഹിന്ദുത്വ ശക്തികളുടെ ലക്ഷ്യം. ആ ഇന്ത്യയിൽ രാമനെ മഹത്തായ മാതൃകയായിട്ട് കാണുന്നവരുണ്ട്. എന്നാൽ ദൈവമായിട്ട് കാണാത്ത കോടിക്കണക്കിന് മനുഷ്യരുമുണ്ട്. വാൽമീകിയുടെ രാമായണത്തിൽ രാമനെ മനുഷ്യനായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഒരു കാരണവുമില്ലാതെ ശംഭൂകനെ കൊന്നിട്ടുള്ള, ഒരു കാരണവുമില്ലാതെ സീതയെ ഉപേക്ഷിച്ച രാമനെ വിമർശിക്കുന്നവരുണ്ട്. ഇതൊക്കെ രാമനെതിരായിട്ടുള്ള ആക്ഷേപങ്ങളുണ്ട്. രാമനെ ദൈവമായിട്ട് ആരാധിക്കാം, അതിനവർക്കുള്ള സ്വാതന്ത്ര്യമുണ്ട്. രാമനെ മനുഷ്യനായിട്ടും കാണാം, അതിനും അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. മനുഷ്യനായി കാണാനും സ്വാതന്ത്ര്യം വേണം, ദൈവമായിട്ട് കാണാനും സ്വാതന്ത്ര്യം വേണം. ഇതാണ് വൈവിധ്യം. ഭക്തി പ്രസാദമാകുന്നത് നെറ്റിയിൽ നിന്ന് പൂവിരിഞ്ഞ് സുഗന്ധം പരത്തുമ്പോഴാണ്. എന്നാൽ നെറ്റിയിൽ നിന്ന് കൊമ്പ് മുളച്ചിട്ട് മറ്റുള്ളവരുടെ ദേഹത്ത്, മറ്റുള്ളവരുടെ നെഞ്ചത്ത് കുത്തിയൊഴുക്കുന്ന ചോരയിൽ കുളിച്ച് കുളിർമ കൊള്ളുന്ന കാടത്തത്തിൻ്റെ പേരല്ല ഭക്തി. ഭക്തി അർപ്പണമാണ്.
ഭക്തി വിനയമാണ്, ഭക്തി മനുഷ്യസേവനമാണ്. ഭക്തി എന്ന് പറഞ്ഞാൽ മനുഷ്യസേവനമാണെന്ന് ഭാഗവതം പറയുന്നു. അങ്ങനെ ഭക്തിയെ പോലും കച്ചവടവൽക്കരിച്ച് ഇത്തരത്തിലുള്ള അനീതിയുടെ മാർഗത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ എന്ത് പ്രസക്തി? രാമനെപ്പോലും ദുർവ്യാഖ്യാനം ചെയ്യുന്ന സംഘപരിവാറിൻ്റെ അല്ലെങ്കിൽ RSSൻ്റെ ഏറ്റവും അവസാനം നടന്നിട്ടുള്ള ദുഷ്ചെയ്തികളുടെ പ്രതീകമാണ് ഈ അമ്പലക്കൊള്ള. മനുഷ്യൻ്റെ ആർത്തി മൂത്ത് മൂലധന ശക്തികളുടെ പാതയിലൂടെ നടന്ന് എല്ലാം വെട്ടിപ്പിടിക്കാനും അനധികൃതമായി പണം സമ്പാദിക്കാനുമുള്ള ത്വരയുടെ ഫലമായിട്ടുണ്ടായിട്ടുള്ള ധാർമ്മികതയുടെ ഏറ്റവും വലിയ ജീർണതയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ശ്രീനാരായണ ഗുരുദേവനും മറ്റുള്ള ഗുരുവര്യരായ സന്യാസിമാരും രാഷ്ട്രപിതാവുമൊന്നും പഠിപ്പിച്ചിട്ടുള്ള മാർഗം. ഇനിയെങ്കിലും ജനം ഇത്തരത്തിലുള്ള കപടഭക്തികളുടെ വിശ്വാസത്തിനെ തിരിച്ചറിയണം. രാമൻ്റെ സാഹോദര്യത്തിൻ്റെ പാതയല്ല RSSോ മറ്റുള്ളവരോ അത്തരത്തിലുള്ള വർഗീയ ശക്തികൾ ചെയ്യുന്നത്. തിരിച്ചറിയുക. ജനം ബോധവൽക്കരണത്തിലൂടെ, കൂടുതൽ വിജ്ഞാന സമ്പാദനത്തിലൂടെ, രാമായണത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ, മഹാഭാരതത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ, പുരാണ ഗ്രന്ഥങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ അതിനൊക്കെ എന്തെല്ലാം കുറവുകളുണ്ടെങ്കിലും, യാഥാസ്ഥിക ചിന്തകൾ പലതുമുണ്ടെങ്കിലും മാനവികതയെ ചേർത്ത് പിടിക്കുക, മനുഷ്യനെ ചേർത്ത് പിടിക്കുക. അങ്ങനെയുള്ളൊരു പാതയാണ് എല്ലാ പ്രവാചകന്മാരും കാണിച്ചു തന്നിട്ടുള്ളത്. അതിലൂടെ സഞ്ചരിക്കുക എന്നുള്ളതാണ് ഇന്ത്യ പറഞ്ഞിട്ടുള്ള വഴി. അല്ലാതെ ഇത്തരത്തിലുള്ള മൃഗീയമായിട്ടുള്ള വാസനകളെ പെരുപ്പിച്ചുകൊണ്ട് ഒരു ക്ഷേത്രത്തിൻ്റെയോ അല്ലെങ്കിൽ ആരാധനാലയങ്ങളുടെയോ പവിത്രത നശിപ്പിക്കുക എന്നുള്ളതല്ല എന്ന് നാം ഉറക്കെ ചിന്തിക്കണം.